ഇത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ബസിലിക്ക ഇതാണ്. ഏറ്റവും ഉയരം കൂടിയ ക്രിസ്ത്യൻ ഗോപുരവും ഈ ബസിലിക്കയുടേതാണ്. 2.3 ഹെക്ടർ ദൂരത്തിൽ വ്യാസത്തിൽ വികസിച്ച് കിടക്കുന്ന ഒരു ബസിലിക്കയിൽ 80,000 ആളുകൾക്ക് ഒരേ സമയം പ്രവേശിച്ച് തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ഈ ബസിലിക്ക വിശുദ്ധ പത്രോസ് അപ്പോസ്തലനെ നീറോ വധിച്ച വത്തിക്കൻ കുന്നിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. പാപ്പാമാരെ അടക്കം ചെയ്യുന്ന നെക്രോപോലിസ് ഈ ബസിലിക്കയുടെ താഴെയായിട്ടുണ്ട്. 91 പാപ്പാമാരുടെ ശവകുടീരങ്ങൾ ഈ ബസിലിക്കയുടെ താഴെയുള്ള നെക്രോപോലിസിൽ ഉണ്ട്. കോൺസ്റ്റന്റൈനാണ് ബസിലിക്കയുടെ നിർമ്മാണം ആരംഭിച്ചത്. 40 വർഷങ്ങൾ കൊണ്ട് ആദ്യത്തെ ബസിലിക്ക അദ്ദേഹം പണിതൊരുക്കി. 1200 വർഷങ്ങൾ റോമക്കാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമായിട്ട് ഈ ബസിലിക്ക നിലകൊണ്ടു. പിന്നീട് ആധുനികവൽക്കരണം. മൊത്തം 120 വർഷങ്ങളാണ് ഈ ബസിലിക്കയുടെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത്. ലോകത്തിൻ്റെ മഹാ ആർട്ടിസ്റ്റുകൾ എല്ലാവരും തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അണിനിരന്നിട്ടുണ്ട്. മൈക്കലാഞ്ചലോ, റാഫേൽ, ബ്രഹ്മാന്തെ തുടങ്ങി ബെർണിനിയിൽ എത്തി നിൽക്കുന്ന നീണ്ട നിര അത്ഭുതപ്പെടുത്തുന്ന കൊത്തുപണികളും തിരുസ്വരൂപങ്ങളും ഫ്രെസ്കോസും കണ്ണിഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ വർണ്ണക്കാഴ്ചകളും വിസ്മയിപ്പിക്കുന്ന വാസ്തുകലാവിദ്യയും എല്ലാം ഒത്തിണങ്ങിയ ലോകത്തിൻ്റെ ടൂറിസ്റ്റ് സ്പോട്ടായി മാറിയ ഒരു ബസിലിക്ക. ഈ ബസിലിക്കയിലേക്ക് നമുക്ക് നടക്കാം. ലോകത്തെ ഏറ്റവും വലിയ ബസിലിക്കകളിൽ ഒന്നാണ് ഈ റോമൻ വിസ്മയം. വത്തിക്കൻ ചത്വരത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുക. വലിയ പൊന്തിഫിക്കൽ കുർബാനകളും വിശുദ്ധരുടെ നാമകരണ നടപടികളും എല്ലാം സംഭവിക്കുന്നത് വത്തിക്കാൻ സ്ക്വയറിൽ വച്ചാണ്. എല്ലാ റോമൻ പള്ളികളുടെയും ഉള്ളിലുള്ളതുപോലുള്ള അമ്പരപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഈ പള്ളിയിലും ഉണ്ട്. അതിശയിപ്പിക്കുന്ന കൊത്തുപണികൾ നമ്മെ വിസ്മയത്തിൻ്റെ ലോകത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഫ്രെസ്കോസ്, പിത്തള കൊണ്ടും ചെമ്പ് തകിട് കൊണ്ടും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള വലിയ നിർമ്മിതികൾ, അതിസുന്ദരങ്ങളായ തിരുസ്വരൂപങ്ങൾ, മാലാഖമാരും വിശുദ്ധരും പള്ളിയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. പള്ളിക്കകത്തുള്ള ആൾക്കൂട്ടത്തിനിടയിലുമുള്ള ശാന്തത റോമൻ പള്ളികളുടെ പ്രത്യേകതയാണ്. മുഴങ്ങുന്ന നിശബ്ദതയുടെ ഒരു ലോകം ഏതൊച്ചകൾക്കിടയിലും ഈ അകങ്ങളിൽ ഉണ്ട്. അൾത്താര അതിസുന്ദരമാണ്. പത്രോസിൻ്റെ സ്ഥാനിക മുദ്രകളൊക്കെ മട്ടുപ്പാവിൽ തന്നെ രൂപകൽപ്പന ചെയ്ത് വച്ചിട്ടുണ്ട്. പരിശുദ്ധാരൂപിയുടെ ഫ്രെസ്കോ, പാപ്പാമാരുടെ ചിത്രങ്ങൾ, സ്റ്റാച്യൂസ്, അധികാരത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന പത്രോസിന്റെ സുന്ദരമായ ഒരു വെങ്കല പ്രതിമ,
അകത്ത് കണ്ടാലും കണ്ടാലും മതിവരാത്ത കാഴ്ചകളുടെ വർണ്ണ പ്രപഞ്ചമാണ്. ഒരു ദിവസം മുഴുവൻ ഇവിടെ നടന്നാലും കാഴ്ചകൾ കണ്ടു തീരില്ല. അമ്പരപ്പ് വിട്ടുമാറാത്ത മനസ്സോടുകൂടിയാണ് നമ്മൾ ഓരോ കാഴ്ചയിലേക്കും കണ്ണു തുറക്കുക. എക്സ്ട്രാ ഓർഡിനറി, മാർവലസ് എന്നൊക്കെ ആളുകൾ പറയുന്നത് കേൾക്കാം. ഈ ആൾക്കൂട്ടം ഇല്ലാത്തൊരു സമയത്താണ് ഞാൻ ഈ പള്ളിയിൽ വന്നിരുന്നതെങ്കിൽ കുറച്ചുകൂടി സുന്ദരമായിട്ട് ഓരോ കാര്യങ്ങളും ഒപ്പിയെടുക്കാമായിരുന്നു എന്നും മനസ്സ് പറയുന്നു. പക്ഷെ ഇവിടെ ആള് ഒഴിഞ്ഞ നേരമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൈക്കലാഞ്ചലോയുടെ പിയത്തയുടെ മുന്നിലാണ് ഞാൻ വന്ന് നിൽക്കുക. ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിസ്മയ രൂപമാണ് പിയത്ത. അതിൻ്റെ സൂക്ഷ്മ ഘടകങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മൈക്കലാഞ്ചലോ മാർബിളിൽ വിരിയിച്ചെടുത്ത അത്ഭുത സൃഷ്ടിയാണ് പിയത്ത. വ്യാകുല മാതാവ് ഈശോയെ മടിയിൽ സമാശ്വാസത്തോടുകൂടി വഹിക്കുന്ന രൂപമാണത്. ഇത് നിർമ്മിക്കുമ്പോൾ മൈക്കലാഞ്ചലോയ്ക്ക് 24 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അദ്ദേഹം അതിസുന്ദരമായിട്ട് ഇത് ഒരുക്കി കഴിഞ്ഞപ്പോൾ ആരോ ഇതൊരുക്കിയത് ക്രിസ്റ്റോഫോറോ സൊളാരി എന്ന ആർട്ടിസ്റ്റാണെന്ന് പറയുന്നത് ഇദ്ദേഹം കേട്ടു. കുപിതനായ അദ്ദേഹം മാതാവിൻ്റെ തിരുക്കച്ചയോട് ചേർത്ത് തൻ്റെ പേര് എഴുതി വെച്ചു. മൈക്കലാഞ്ചലോ സൈൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു കലാസൃഷ്ടി ഇതാണ്. 1972 ഏതോ ഒരു വിഭ്രാന്തിയുള്ള ആൾ വന്ന് ഈ തിരുസ്വരൂപം തല്ലി തകർക്കാൻ ശ്രമിച്ചു. കാര്യമായ ഡാമേജ് വന്നു. പ്രത്യേകിച്ചും മാതാവിൻ്റെ കണ്ണുകളുടെ ഭാഗം വല്ലാതെ തകർക്കപ്പെട്ടു. 20 തവണ പുതുക്കിപ്പണിഞ്ഞതിന് ശേഷമാണ് ആ പഴയ ഭംഗിയിലേക്ക് തിരുസ്വരൂപം തിരികെ വന്നത്. മൈക്കലാഞ്ചലോ എന്ന 24 വയസ്സുകാരൻ വെറും ഒരു ഉളിയും ചുറ്റികയും മാത്രം ഉപയോഗിച്ചാണ് ഇത് മെനഞ്ഞുണ്ടാക്കിയതെന്ന് അറിയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. റോമിൽ അദ്ദേഹം താമസിച്ചിരുന്ന 5 വർഷക്കാലത്തിനിടയിലുള്ള ഇടവേളകളിലാണ് അദ്ദേഹം ഇതിനു വേണ്ടി സമയം കണ്ടെത്തിയത്. ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, മാതാവിൻ്റെ മുഖത്ത് ഒരു വ്യാകുല ഭാവത്തേക്കാൾ കൂടുതലൊരു സന്തോഷമുണ്ട്. മൈക്കലാഞ്ചലോ ഉത്തരം പറഞ്ഞു, അത് ശരിയാണ്. കാരണം കണ്ണീരണിഞ്ഞ പുഞ്ചിരിയാണ് മാതാവിൻ്റെ മുഖത്തുണ്ടാകേണ്ടത്. അത്രയ്ക്കേറെ വേദന സഹിച്ചുകൊണ്ട് രക്ഷണീയ പദ്ധതിയിൽ പങ്കുചേരുന്ന ഒരാൾക്ക് നന്ദിയുടെയും ആനന്ദത്തിൻ്റെയും അശ്രുക്കൾ കൂടി ഉണ്ടാവും. അതുകൊണ്ട് ഗൂഢമായ ഒരു പുഞ്ചിരി അമ്മയുടെ മുഖത്ത് അദ്ദേഹം വരച്ച് ചേർത്തതാണ്. അതോടൊപ്പം ആരോ അദ്ദേഹത്തോട് ചോദിച്ചു, മാതാവിനിപ്പോൾ കുറച്ചുകൂടി പ്രായം വന്നു ചേരേണ്ടതല്ലേ? ഇതിലെ മാതാവ് തീർത്തും യുവത്വം നിറഞ്ഞുകൊള്ളുന്ന ആളാണ്. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, മാതാവ് ശുദ്ധതയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. നിഷ്കളങ്കതയുടെ, കപടതയില്ലായ്മയുടെ ഒക്കെ പ്രതീകമാണ്. അങ്ങനെയുള്ള ഒരാളുടെ മുഖം നിത്യനൂതന യുവത്വത്തിൻ്റെ മുഖമായിരിക്കും. അവർ വൃദ്ധരാകുന്നില്ല, അവർ മരിക്കുന്നില്ല, കടന്നു പോകുന്നില്ല. അതുകൊണ്ട് നിത്യ യൗവനത്വം തന്നെ അദ്ദേഹം അതിൽ വരച്ച് ചേർത്തു. ഏതായാലും ലോകത്തെ ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന പ്രതിമയാണ് പിയാത്ത. ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന പ്രതിമയും പിയാത്ത തന്നെയാണ്. എന്നും ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഈ പ്രതിമ അവിടെ നിലകൊള്ളുന്നു. സത്യവിശ്വാസത്തിൻ്റെ വാതിൽ തുറന്ന് വിശാലമായ ഒരു ഭൂമിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ദൈവം സാക്ഷി, ക്രൈസ്തവ സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തൽ പോലെ ജീവിക്കുവാൻ എനിക്ക് സാധിക്കട്ടെ എന്നുള്ള വലിയ പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. റോമൻ പള്ളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉയർന്നു പോകുന്ന ഡൂമുകളാണ്. പ്രകാശം താഴേക്ക് അരിച്ചിറങ്ങി വരും. വെട്ടത്തിൽ കുളിച്ചു നിൽക്കുന്നത് പോലെ ആളുകൾ പള്ളിക്കകത്ത്
തൊട്ടടുത്ത് നിൽക്കും. അഭൗമികമായ സന്തോഷം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അഭൗമികതയുടെ ടച്ചുള്ള കലാരൂപങ്ങളും കൂടി വേണം എന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നു ഈ വിശ്വാസ പരിശീലന നേതാക്കൾ. മുന്തിരിത്തോപ്പിൻ്റെ മാതൃകയിലാണ് ഈ കൂടാരം. കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ ജോലി ചെയ്യുവാൻ വേണ്ടിയാണല്ലോ ഓരോരുത്തരും നിയുക്തരാക്കപ്പെടുന്നത്. അഴകാഴങ്ങളുള്ള അൾത്താര. ഈ അൾത്താര സ്വർഗത്തിൻ്റെ സ്പർശമുള്ള അൾത്താരയാണ്. ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ കലയും ആത്മീയതയും ഉദാത്തമായ എല്ലാം ഒരുമിച്ച് ചേരുന്ന പോലുള്ളൊരു തോന്നലാണ് നമുക്ക്. വലിയ ഡോമുകളിൽ നിന്നും വെട്ടം താഴേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. പള്ളി മുഴുവൻ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇത്രയ്ക്ക് പ്രകാശമുള്ള പള്ളികൾ ഉള്ളിൽ എത്രമാത്രം പ്രകാശം നിറക്കുന്നുണ്ടാകണം. കത്തോലിക്ക സഭാ ചരിത്രത്തിലെ ആദ്യത്തെ പാപ്പയായ പത്രോസ് മുതൽ എല്ലാ പാപ്പമാരുടെയും പേര് കൊത്തിവെച്ചിരിക്കുന്ന ശിലാഫലകത്തിൻ്റെ കപ്പേളയാണ് ഇത്. ഇവിടെ ഇന്നുവരെയുള്ള എല്ലാ പാപ്പമാരുടെയും പേര് കൃത്യമായിട്ട് കൊത്തി വച്ചിട്ടുണ്ട് മാർബിൾ ഫലകത്തിൽ. ഇതൊരു ഓർമ്മകളുടെ മുറിയാണ്, ഓർമ്മപ്പെടുത്തലുകളുടെ മുറിയാണ്. ചരിത്രവും കാലവും ഇവിടെ തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. മുകളിലെ സുന്ദരമായ ഡോമിൽ നിന്നും പ്രകാശം താഴേക്ക് അരിച്ചിറങ്ങുന്നുണ്ട്. എല്ലാ റോമൻ പള്ളികളിലെയും എന്ന പോലെ സെയിൻറ്റ് പീറ്റർ ബസിലിക്കയിലും വെട്ടത്തിൻ്റെ മഹോത്സവമാണ്. സത്യത്തിൽ കത്തോലിക്ക മതവിശ്വാസം തന്നെ വെട്ടത്തിൻ്റെ ആഘോഷമാണല്ലോ. ബ്രഹ്മാന്തെ തുടങ്ങി വെച്ച് മൈക്കിൾ ആഞ്ചലോ പൂർത്തീകരിച്ച പള്ളിയാണിത്. ഓരോ രൂപത്തിനും പറഞ്ഞറിയിക്കാനാവാത്ത സൗന്ദര്യമാണുള്ളത്. നിങ്ങൾ ഏതൊരു അത്ഭുത ലോകത്ത് വന്നുപെട്ട പ്രതീതിയാണ്. മനുഷ്യകരങ്ങൾ കൊണ്ട് ഇങ്ങനെയൊക്കെ നിർമ്മിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ അമ്പരപ്പോടുകൂടി സ്വയം ചോദിക്കും. വെറുതെ അല്ല ഇത്രക്കേറെ ആളുകൾ ഇവിടെ ഇങ്ങനെ തിങ്ങിക്കൂടുന്നത്. കാലം കവർന്നെടുക്കാത്ത കലയുടെ മഹാവിരുന്ന്. ആത്മീയതയും ഔന്നത്യമാർന്ന കലയും കൈകോർക്കുമ്പോൾ മനുഷ്യർക്ക് സ്വർഗത്തോളം ഉയരാനുള്ള ചിറകുകൾ മുളക്കുന്നു. അതുകൊണ്ട് ഈ പള്ളിയിലൂടെ നമ്മളൊരു യാത്ര നടത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ റിയൽ തീർത്ഥയാത്രയുടെ ആനന്ദാനുഭൂതികൾ വന്ന് നിറയുന്നു. എല്ലാം സുന്ദരമായി ഒരുക്കിയ ദൈവത്തിൻ്റെ ചൈതന്യം ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മഹാന്മാരായ കലാകാരന്മാർ ഇത്രയ്ക്ക് സുന്ദരമായി ഈ ഇടത്തെ പണിതൊരുക്കി നമുക്കായി സമർപ്പിച്ചു. ഇവർ ഒരിക്കലും മരിക്കുന്നില്ല. കാരണം കല ഒരിക്കലും മരിക്കുന്നില്ലല്ലോ. ദൈവം അനശ്വരമായതുപോലെ കലയും ആത്മീയതയും അനശ്വരമാണ്. സ്നേഹവും ആനന്ദവും. സ്നേഹത്തോടു കൂടി എല്ലാവരെയും ഓർക്കുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി എൻ്റെ ചെറിയ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. വലിയൊരു ലോകം വിട്ട് എൻ്റെ ചെറിയ ലോകത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ എനിക്ക് പേടി. എൻ്റെ ചെറിയ ലോകത്ത് കുടുങ്ങിക്കിടക്കുവാൻ വീണ്ടും ഞാൻ ചുരുങ്ങിക്കൂടുമോ എന്ന് തന്നെയാണ്. ദൈവമേ, എൻ്റെ ഹൃദയവും ഇതുപോലെ വിശാലമാക്കുക എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ ആശയും ആശംസയും അത് തന്നെ.
വത്തിക്കാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് ഈ വത്തിക്കാൻ ചത്വരത്തിലാണ്. വത്തിക്കാൻ സ്ക്വയറിലാണ് നാമകരണ നടപടികൾ നടപ്പിലാക്കപ്പെടുക. ഇവിടെയാണ് സാഘോഷപൂർവമായ പൊന്തിഫിക്കൽ കുർബാനകൾ നടക്കുക. ഇവിടെയാണ് പാപ്പയായി ഒരാൾ അവരാധിതനാക്കപ്പെടുമ്പോൾ ആദ്യമായിട്ട് ഈ ബാൽക്കണിയിലാണ് പ്രത്യക്ഷപ്പെടുക. അവിടെ ഹബിമൂസ് പാപ്പാം എന്ന് പ്രോട്ടോ കർദിനാൾ അറിയിപ്പ് നൽകുന്നു. അതിനുശേഷം പാപ്പ കണ്ണീർ മുറിയിൽ നിന്ന് പുതിയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്ഥാനചിഹ്നങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആളുകൾ കൂട്ടം കൂടി നിന്ന് വിവായിൽ പാപ്പ എന്ന് ഉച്ചത്തിൽ പ്രഘോഷിക്കും. റോമിന് അനന്തമായ സ്നേഹത്തിൻ്റെ ചരിത്രമുണ്ട്. പണ്ട് ഒരുപാട് ക്രൈസ്തവർ ഇവിടെ രക്തം ചൊരിഞ്ഞിട്ടുണ്ട്. ഇത് തന്നെ പത്രോസ് മരിച്ച ഇടമാണല്ലോ. അവരെയൊക്കെ കൊന്നൊടുക്കിയ റോമ ചക്രവർത്തിമാരൊക്കെ ഇന്നില്ല. എന്നാൽ ആർക്കു വേണ്ടിയാണോ അവർ മരിച്ചത്, ആ ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിച്ചവരുടെ ഓർമ്മ ഇന്നും ജീവിക്കുന്നു. കത്തോലിക്ക സഭ ഇന്നും ജീവിക്കുന്നു. ഐ എം റിയലി പ്രൗഡ് ടു ബി എ കാത്തലിക്.